ഈ ആഴ്ചത്തെ ഒരേ ഒരു മേജർ മലയാളം റിലീസാണ് അഞ്ചക്കള്ള കൊക്കാൻ. ചെമ്പൻ വിനോദിൻ്റെ അനിയൻ ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത സിനിമയാണിത്. ലുക്മാൻ, ചെമ്പൻ വിനോദ്, മണികണ്ഠൻ ആചാരി, സെന്തിൽ തുടങ്ങി നമുക്കറിയാവുന്ന സുപരിചിതമായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതൊരു നിയോ നോയിർ ആക്ഷൻ ത്രില്ലർ ജോണർ എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഒരു പ്രോപ്പർ നോൺ ലീനിയർ നറേഷനിൽ പോകുന്ന ഒരു പരിപാടിയാണ്. സെൻസർ സർട്ടിഫിക്കറ്റിൽ 2 മണിക്കൂർ 27 മിനിറ്റാണ് കാണിക്കുന്നത്. പക്ഷേ പടം ആകപ്പാടെ 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. എഡിറ്റിംഗ് ആയാലും സൗണ്ട് ആയാലും ഒക്കെ, മ്യൂസിക്കും ഒക്കെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ഈ സിനിമ. ഡയറക്ഷൻ അടിപൊളി, ബാക്കി ടെക്നിക്കൽ സൈഡ്സ് അടിപൊളി. അതായത് മ്യൂസിക്, അതിൽ തന്നെ സൗണ്ട് ഡിസൈന്, പാട്ടുകളൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട് സിനിമയിൽ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, ആർട്ട് വർക്ക് പരിപാടികളൊക്കെ കിടു. പിന്നെ കളർ പാറ്റേൺ ഒക്കെ നമുക്കൊരു ഹോളിവുഡ് മൂവി ഒക്കെ കാണുന്നൊരു പരിപാടി, ഒരു വെസ്റ്റേൺ മൂവി കാണുന്നൊരു ഫീൽ ആയിരിക്കും. ട്രെയിലർ കണ്ടാലേ മനസ്സിലാവും. പിന്നെ ഇതൊരു പറയുന്ന ഒരു പ്രോപ്പർ എക്സ്പെരിമെൻ്റൽ സ്റ്റഫാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇതിലെ പോസിറ്റീവ്സ് ആണ്. പിന്നെ ക്യാരക്ടറൈസേഷൻസ് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവാണ്. റൈറ്റിംഗ് മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ക്യാരക്ടറൈസേഷൻസ് അടിപൊളിയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും പ്രോപ്പർ ആർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ചെമ്പൻ വിനോദിൻ്റെ അഴിഞ്ഞാട്ടമാണ് സിനിമ. പിന്നെ 2 പയ്യന്മാർ, എനിക്ക് അവരുടെ പേരറിയത്തില്ല. അങ്കമാലി ഡയറീസിൽ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് ഒന്ന്, പിന്നെ ഒന്ന് കമ്മട്ടിപ്പാടത്ത് കണ്ടിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടാലേ നമുക്ക് ശ്രദ്ധിക്കും അവരെ. കുറേ കൈയടി കിട്ടിയത് ഇവർക്കൊക്കെയാണ്. പിന്നെ ലുക്മാനും ബാക്കി എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സ്ഥിരം ചെയ്യുന്നതിൻ്റെ മറ്റൊരു വെർഷൻ എന്നേ ഉള്ളൂ. ഭയങ്കര സംഭവമായിട്ട് പറയാനില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആരും മോശമാക്കിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്രോപ്പർ തിയേറ്റർ വാച്ചാണ്. നമുക്ക് എടുത്തു പറയേണ്ടതൊക്കെ കുറ്റങ്ങളും ഒന്നും ഈ സിനിമയിലില്ല. പിന്നെയും എന്താണ് ഈ സിനിമയുടെ ഞാൻ പറഞ്ഞത്, ഇത് ഒരിക്കലും ഒരു ഭയങ്കര പൊളിപ്പടം അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ത്രൂ ഔട്ട് ഒരു വൗ കിട്ടിയ പടവും അല്ല. ഇതിൽ വൗ മൂമെൻറ്റ്സ് കിട്ടിയ ഭാഗങ്ങളൊന്ന്, ഇതിൽ ഇൻ്റർവെല്ലിന് മുമ്പത്തെ ഒരു ബാറിലെ ഒരു ടോഡി ഷോപ്പിലെ ഒരു പാട്ടും ഫൈറ്റും ഉണ്ട്. അത് സൂപ്പർ സീനാണ്. പിന്നെ അവസാനത്തെ ഒരു 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ജയിലിലത്തെ ഒരു നൈറ്റ് സീക്വൻസ് ഉണ്ട്, കിഡു. ഈ ഇങ്ങനത്തെ 2-3-4 സീൻസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ളത്. പക്ഷേ പിന്നെ സ്ലോ മോഷനിൽ കുറേ പരിപാടിയൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ബാക്കി നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമയിലേക്ക് ഇന്നാവാൻ നമ്മൾ നല്ല ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല സ്ലോ ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഇതിനൊരു റീസണും പരിപാടിയൊക്കെ നോർമൽ ഒരു എറ്റനതർ പരിപാടി തന്നെയാണ്. പക്ഷെ അവസാനത്തെ 30 മിനിറ്റിൽ കിടുവാക്കിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ തന്നെ കണ്ട സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം OTT കണ്ടു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിന് വേണ്ടി മേഡ് ചെയ്തതാണ് ടെക്നിക്കലി ഒക്കെ. അപ്പോൾ OTT കണ്ട ആ ഒരു പരിപാടി കിട്ടത്തില്ലായിരിക്കും. നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഓളമൊക്കെ വെച്ച് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തിരക്കുണ്ടെങ്കിൽ തന്നെ ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല. നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്കുള്ളപ്പോൾ എല്ലാവരും തെറി വിളിക്കാനും ചാൻസ് ഉണ്ട്. അത് ആ ഒരു ക്രൗഡിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5 ആണ്.